ഇന്നേ ഒന്നാം നാൾ വന്നേ ഒന്നാം നാൾ കണ്ണിൽ നാളം കയ്യിൽ താളം മെയ്യിൽ മേളം ചുണ്ടത്തോളം കണ്ണിൽ നാളം കയ്യിൽ താളം മെയ്യിൽ മേളം ചുണ്ടത്തോളം ചിരിപ്പൂവേ ചിന്നു നീ എന്റെ ചിരിപ്പൂവേ ചങ്ങാതി. വാലച്ചോ 5 മിനിറ്റും കൂടിയുള്ളൂ. കൊള്ളാല്ലേ അളിയാ തീരെ പിള്ളേരാണെന്ന് തോന്നണം കേട്ടോ. ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സ്റ്റുഡൻസ് കൗൺസിൽ എല്ലാവരും കൂടി എന്താ പരിപാടി? എവിടെ പോസ്റ്റിംഗ്? സാർ ഞങ്ങൾക്കിന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് തുടങ്ങാം സാർ. നമുക്കിന്ന് ഫ്രീ വിസിറ്റാ. സാറോട് പോകുന്ന ക്ലാസ്സിലാണോ? സർ പുതിയ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അവർക്ക് ഡിസെക്ഷൻ തുടങ്ങാം. ഞാൻ അവരെ അഡ്രസ് ചെയ്യാൻ പോകും. സാർ എന്നാ സാർ ഞങ്ങളും കൂടി ഒന്ന് വന്നോട്ടെ സാർ. അതെ, അതാവുമ്പോ അവരൊന്ന് മീറ്റ് ചെയ്യാലോ. അത് വേണമല്ലോ ചോ. ഈ റാഗിങ്ങിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താ സാർ, നമ്മളും കോളേജിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് ഭാരവാഹികളല്ലേ സാർ. നമ്മൾ വരട്ടെ സാർ. ശരിയാണല്ലോ. എന്നാ നിങ്ങൾ കൂടി വാ. ഓക്കെ സാർ. സെറ്റ്. ഡിസെക്ഷൻ തുടങ്ങി. യെസ് എവരിവൺ. യെസ് യെസ് സിറ്റ് ഡൗൺ. ഇരിക്ക്. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളുടെ MBBS പഠനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡെഡ് ടീച്ചേഴ്സ് ദ ലൈവ്. അതായത് മരിച്ചവർ ജീവനുള്ളവരെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മുടെ അനാറ്റമി ആപ്തവാക്യം. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കടാവറുകൾ നിങ്ങളുടെ ഗുരുനാഥന്മാരാണ്. അവർ നിങ്ങളെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കും. ഒരു കടാവർ മുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആത്മബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ അധ്യായം നിങ്ങൾ ഇവിടെ തുടങ്ങും. അതിൻ്റെ ഊഷ്മളത ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം സാർ. പിന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ നിങ്ങളുടെ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് മൈക്ക് കൈമാറാം. താങ്ക് യു. സംസാരിക്കും. എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തികൾക്കും നമ്മുടെ കോളേജ് കൗൺസിൽ വക സ്വാഗതം. എൻ്റെ പേര് ശങ്കർ മഹാദേവൻ. ഞാൻ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് ടൈറ്റസ് മാഗസീൻ എഡിറ്റർ, ലക്ഷ്മി ജോയിന്റ് സെക്രട്ടറി, പിന്നെ മാളവിക ഫൈൻ ആർട്സ്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. പക്ഷേ പഠനത്തോടൊപ്പം നമ്മുടെ കോളേജിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കണം. ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. മറ്റേതൊരു കോളേജിനേക്കാളും ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി കോളേജാണ് നമ്മുടേത്. അപ്പോൾ ഈ ഫ്രീഡം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജ് കൗൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
As part of security reasons, it is hereby insist that all students should enter hostel before 7 p.m. ശരിയാ. എന്ത് നിയമാണത്? ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും പിന്നെ അവരായിട്ട് ചുമ്മാ ഞാനും കയറില്ല. അല്ലേ? ആകെ മെനക്കെട്ട ഇതൊന്നും പരിപാടിയാണ്. നമുക്ക് ശരിയാവില്ല. ആരും കയറണ്ട. ശംഖു ഇങ്ങ് വന്നേടാ. എന്താടാ? എടാ 7 മണിക്കുള്ളിൽ കൂട്ടിക്കയറാന്നാ പറയണേ. എവിടുത്തെ കോപ്പിലെ നിയമാണത്? നമ്മുടെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. ഇതാ ലതാമാമ വാർഡനോടെ ചെയ്തു വെച്ച പണിയാന്ന് ഉറപ്പാ. ഇങ്ങോട്ടൊരു പണി തന്നാ തിരിച്ച് അങ്ങോട്ടൊരു പണി കൊടുക്കാം. അതല്ലേ അതിന് ശരി. ഹലോ, ആ സുര ടീച്ചറെ അവിടെ എന്തായി? എന്താന്നറിയില്ല, പെട്ടെന്ന് കറണ്ട് പോയി. ഇതെല്ലാരും കൂടി എങ്ങോട്ടാ? മാം, ഇത് എവിടേക്കാ എല്ലാവരും കൂടെ പോകുന്നേ? ഹലോ ടീച്ചറെ, എവിടെ പോകുന്നടാ? പോകുന്നമാരൊക്കെ ഒരുത്തരും പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാനാ പറയണേ. സാറേ, ഞങ്ങൾ പട്ടിക്കുട്ടികളല്ല ഇവിടെ 7 മണിക്ക് കൂട്ടിക്കാറാൻ. ശംഖു, എല്ലാരെയും വിളിച്ചോണ്ട് അകത്ത് കയറാനാ പറഞ്ഞേ. ഒന്ന് പോവോ സാറേ? ഇവന്മാരിത് എങ്ങോട്ടാ? സാർ വിളിച്ചപ്പോഴേ വിളിക്കും സാറേ. ആ ഒരുമാതിരി വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടിയാണ് നിങ്ങളന്ന് കാട്ടിയത്. കൗൺസിലർ ഭാരവാഹികൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തമായിട്ട് പെരുമാറാവുന്നതാണ്. സാർ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കോളേജ് യൂണിയൻ കൗൺസിലായിട്ടൊന്ന് ചർച്ച ചെയ്യണമായിരുന്നു. സാർ അതിനെപ്പറ്റി എന്താ പറയണേ? ഞാൻ ഇന്നലെ നിങ്ങളുടെ ചെയർമാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണല്ലോ. ചെയർമാൻ ഇവരുമായിട്ട് സർക്കുലറിൻ്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? സാർ, ഇന്നലെ എനിക്ക് ഇവരെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സോറി സാർ. സാർ എന്തീ പറയണേ? ചെയർമാൻ അല്ല കോളേജ് യൂണിയൻ. ഞങ്ങളാണ് ഈ കോളേജ് ജയിച്ചത്. ഒരാൾ ഒരു പോസ്റ്റ് ജയിച്ചെന്ന് വെച്ച് കോളേജ് യൂണിയൻ ആവില്ല. സാറിന് ഇത് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതോ സാറിന് മറ്റു ചിലവരെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആവുകയാണോ? നോക്കൂ ശങ്കർ, എനിക്കങ്ങനെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സാറിനില്ല, പക്ഷെ ഇവിടെ ചിലർ സാറിനെ മുൻനിർത്തി കളിക്കുന്നുണ്ട്. ശങ്കർ, ഇങ്ങനെ ബ്ലൈൻഡായി ആരോപണങ്ങൾ ഉന്നയിക്കരുത്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ടീച്ചറെ, അതെ, അത് യൂണിയനോട് കൂടെ ഒന്ന് ആലോചിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ 7 മണി എന്നുള്ളത് നടക്കണ കാര്യമല്ല. ആ സാറ്, എൻ്റെ അഭിപ്രായം സാറേ, ഈ 7 മണി എന്നുള്ളത് ഇത്തിരി നേരത്തെ ആയി പോയെന്ന് എൻ്റെ അഭിപ്രായം. നമുക്കതൊരു 9 ആക്കിയാലോ? പറ്റില്ല സാർ, 10 മണി. അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ. ശങ്കർ, 10 മണി വളരെ വൈകി. തർക്കം വേണ്ട, നമുക്കൊരു 9:30 പിടിക്കാം. എന്താ പോരെ? അല്ല സാർ, അത് ഓക്കെ സാർ. 9:30-ക്ക് ശേഷം ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്നതല്ല. ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നാ ശരി, നിങ്ങൾ ക്ലാസ്സിലേക്ക് വെക്കോളൂ. ഞാൻ പുതിയ സർക്കുലർ പുറത്തിറക്കാം. ആ ശരി സാർ. സാറേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എടാ, സാർ 9 മണിയെന്ന് പറഞ്ഞില്ലടാ. അത് നമ്മൾ 10 മണിയെന്ന് പറയാൻ വേണ്ടിയാണ് പുള്ളിക്കാരെ 9 മണിയെന്ന് പറഞ്ഞത്. എടാ, ഞാനും സാറും കൂടി ഇന്നലെ പ്ലാൻ ചെയ്ത സാധനമായിരുന്നു. എനിക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് PTA മീറ്റിങ്ങിന് പാരന്റ്സ് എന്നെ നിർത്തി പൊരിക്കും. അതുപോട്ടെ, എന്തായി നാളത്തെ പരിപാടിയുടെ കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാ സാർ. നമ്മുടെ പിള്ളേർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതെ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സാറ് പെർമിഷൻ വാങ്ങിയായിരുന്നു. അതൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി. എടാ, നമുക്കേ ആ ഓഡിറ്റോറിയം വരെ ഒന്ന് പോയി നോക്കിയാ. ഓക്കെ സാർ. സെറ്റാണോ അവിടെ? സെറ്റാ സാർ. പോയി നോക്കാം. Okay guys, position. ലച്ചു, ലച്ചു. ഗുഡ് മോർണിംഗ്.
എല്ലാം സെറ്റല്ലടാ. എല്ലാം സെറ്റാ സാർ. സാർ നാളത്തേക്ക് 2 ബസ് വേണ്ടി വരും സാർ. അതൊക്കെ ഞാൻ റെഡിയാക്കാം. എടാ പിന്നെ ഈ ഡാൻസും പാട്ടും ഒക്കെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കണ്ടാ കൊള്ളാം. ഒക്കെ റെഡിയാണ് സാർ. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ റെഡി റെഡി 5 6 7 ഗോ. വീടിന് തീയാണത്, നാടിന് തീയാണത്, തീ കാട്ടു തീ കാട്ടു തീ. വീടിന് ശാപമത്, നാടിന് ശാപമത്, തീ കാട്ടു തീ കാട്ടു തീ. തീ കാട്ടു തീ കാട്ടു തീ. അത് വേണ്ടേ വേണ്ട, അത് വേണ്ടേ വേണ്ട. ലോക ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞം. ഇത് നമുക്കൊരു പാതയാണല്ലോടാ മക്കളെ. നാണം മാനം അഭിമാനം എല്ലാം എല്ലാം ഇല്ലാതാകും. നേരും നെറിവും നന്മകളും എല്ലാം എല്ലാം ഇല്ലാതാകും. അമ്മയുടെ ഒരു ലഹരി വിരുദ്ധം. വേണ നോക്കുന്നേ. വേണ്ടേ വേണ്ട. എന്താണ് കുറെ നേരം ചൊറിയാൻ എല്ലാരും വണ്ടി കയറി, എല്ലാരും വണ്ടി കയറി. നീ ഇങ്ങോട്ട് വാ. എന്തായിരിക്കണം എടാ, ഇവന്മാര് നമ്മുടെ തലേക്കിരുന്ന് ഇറങ്ങും. ഞാൻ പോയി സോൾവ് ആക്കിയിട്ട് വരാം. എന്താ നിനക്ക് തലണോ? ചേട്ടാ, ഞങ്ങൾ അടിക്കാനും തല്ലാനാണ് വന്നിരിക്കണം. ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാ. ഇവിടെ വേറെ പ്രശ്നമൊന്നും വേണ്ട. ഇവനാണ് ഇവന്മാരുടെ നേതാവ്. എന്താടാ നിനക്ക് പെമ്പിള്ളാരുണ്ടെങ്കിൽ തല്ലാൻ പറ്റുള്ളോ? ആണുങ്ങളെ എടുത്തതല്ല. പിന്നെ അവന്റെ കളസം നനയും. നിന്റെ കളസം ഞാൻ
എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല സാർ, ഇവന്മാര് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ സാർ. പരിപാടി കഴിഞ്ഞില്ലേ? ആ സാർ. ഈ സ്ഥലം ഉണ്ടല്ലോ, അത്ര ശരിയല്ല. പോവാൻ നോക്ക്, എല്ലാരും പോവാൻ നോക്ക്. വേഗം എല്ലാം എടുത്തോണ്ട് വേഗം പോ. എന്താ സാറേ? എന്താ സാറേ? ഇവനെ കൂനത്തറ കണ്ണപ്പനല്ലേ? എവിടെയാണ് ആ ശംഖു? അയ്യോ, ആരാടാ നീയൊക്കെ? എന്താ നിനക്കല്ലേ ഇവിടെ? നിന്റെയൊക്കെ ശങ്കർ എവിടെ പോയാലും ഞങ്ങളെ പൊക്കിയിരിക്കും. പിന്നെ നിന്റെയൊക്കെ മൊബൈലിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഉടനെ കളഞ്ഞേക്കണം. അതല്ലെങ്കിൽ നിന്നെയൊക്കെ അടിച്ച് ഇഞ്ച പരിവാക്കും. അടിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഹോസ്റ്റലിലെ വാർഡനാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഗുണ്ട ആക്രമണം ഉണ്ടായിട്ടില്ല ഇവിടെ. സാർ, ചിലരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം കോളേജിനെ മൊത്തം ബാധിക്കുന്നത് ശരിയല്ല. നമ്മുടെ കോളേജിലെ ഒരു പരിപാടിയാണ് സാർ ഇന്നലെ അവിടെ നടന്നത്. സാർ, അതെങ്ങനെ എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആവണത്? ഹേ ശങ്കർ, കീപ് സൈലൻസ്. നിങ്ങൾ പരസ്പരം പഴിചാരുന്നത് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇന്നലെ ഇവിടെ വന്നത് ശരിക്കുള്ള പോലീസുകാരല്ല, അത് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ആ വൈറലായ വീഡിയോയിലുള്ളത് ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവിൻ്റെ മോനാ. വന്നവർക്കൊക്കെ നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അവരെ ഞാൻ പൊക്കിക്കോളാം. പക്ഷെ ഇവന്മാരിനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് സാർ എനിക്ക് ഉറപ്പ് തരണം. വിനോദ് സാറേ, എന്താ ചെയ്യണ്ടേ? സാറേ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. സാർ, കേസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവരുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ സാർ, ശരി. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ഓ, എന്നാ പിന്നെ എല്ലാവരും ചെന്നാട്ടെ. വിട്ടോ. വിനോദ് സർ, ശങ്കർ, ഇവിടെ വന്നേ. ആ സാർ. അക്കോർഡിംഗ് ടു മീ ഈ 4 പിള്ളേരും കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കണതാണ് നല്ലത്. അല്ല, അത് എല്ലാം ആറി തണുക്കട്ടെ. ശങ്കർ, യു, ടൈറ്റസ്, പിന്നെ 2 പേരുണ്ടല്ലോ. യെസ് സാർ. ആ, നിങ്ങൾ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ വന്നാൽ മതി. അല്ല സാർ, ഇവരൊക്കെ NRI കുട്ടികളല്ലേ, പെട്ടെന്ന് മാറാൻ പറഞ്ഞ് ഇവരൊക്കെ എങ്ങോട്ട് പോകും സാർ? അതെല്ലാം ഞാൻ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു റിസോർട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പോയിക്കോ, എന്നാ പാക്ക് ചെയ്തോ. അവരോടും പറ വിനോദ് സാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ സാർ. ഓക്കെ. ഹലോ. അവൻ വരട്ടെ, നമുക്ക് പോകാം. ശങ്കു, എന്താടാ പറയടാ. എടാ, ഒന്നും പറയണ്ട. നീരി കയ്യിന്ന് പോയി. എന്തോന്നു? എന്തു പറ്റി ശംഖു? നമ്മൾ സസ്പെൻഡ് ആയോ? 5 ദിവസം സസ്പെൻഷൻ. ആർക്ക്? നമുക്ക് 4 പേർക്കും.
അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ടിന് റിസോർട്ട് ഉണ്ട്, അങ്ങോട്ട് പോകാനാ പറഞ്ഞേ. പിന്നെ ഫൈനൽ ഡീറ്റെയിൽസ് വിനോദ് സാറ് പറയും. എന്തായാലും 5 ദിവസം നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാൻ പറ്റാ. കാടുകളിൽ ചേക്കേറ, കാടുകളിൽ ജാപ്പാർക്ക. വിട പറയുക ജാടകളോട്, വിട പറയുക നാടുകളോട്, വിട പറയുക നാടുകളോട്, വിട പറയുക കൂട്ടുകളോട്. വിട പറയുക ബുക്കുകളോട്, വിട പറയുക ക്ലാസുകളോട്, വിട പറക പരീക്ഷകളോട്, വിട പറയുക മാർക്കുകളോട്. വിട പറയുക ഹോസ്റ്റലിനോട്, വിട പറയുക തടവറയോട്, വിട പറയുക റൂമുകളോട്, വിട പറ റൂമുറുകളുമോട്. വിട പറയുക, വിട പറയുക, വിട പറയുക, പറയുക പറയുക കാടുകളിൽ ചേക്കേറ, കാടുകളിൽ അതിരുകളില്ല, അരുതുകളില്ല, അരുളുകളില്ല, അരുവികൾ മാത്രം. ഇന്നലെയില്ല, നാളകളില്ല, ഇന്നുകൾ 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 മാത്രം. ഈ നിമിഷങ്ങളിലുള്ളൊരു സുന്ദര സന്തോഷങ്ങൾ തേടുക നമ്മൾ. പരിഭവമില്ല, പരാതികളില്ല, പരിധികളില്ല, പടവുകൾ മാത്രം. കുറവുകളില്ല, കുറ്റവുമില്ല, കൂടിച്ചേരാൻ ഇമ്പം മാത്രം. കുറവുകളില്ല, കുറ്റവുമില്ല, കൂടിച്ചേരാൻ ഇമ്പം മാത്രം. കാടുകളിൽ ചേക്കേറ, കാടുകളിൽ പല പിരിവില്ല, പല തിരിവില്ല, പല വാക്കില്ല, പല നോക്കില്ല. നിന്റെയുമില്ല, എന്റെയുമില്ല, നമ്മുടെ 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 മാത്രം. അവരുടെ ഇല്ല, ഇവരുടെ ഇല്ല, എല്ലാം എല്ലാം അവരുടെയും. പൊറുക്കുകയല്ലാതൊരു വഴിയില്ല, മറക്കുകയല്ലാതൊരു വഴിയില്ല, ചരിക്കുകയല്ലാതൊരു വഴിയില്ല, ചിരിക്കുകയല്ലാതൊരു കഴിവില്ല. ചരിക്കുകയല്ലാതൊരു വഴിയില്ല, ചിരിക്കുകയല്ലാതൊരു കഴിവില്ല. കാടുകളിൽ ചേക്കേറ. എടാ കരിമ്പ് ജ്യൂസ് ഒന്ന് എടുത്താവോ പ്ലീസ്? ഒന്ന്, രണ്ട്. മാളു വേണ്ടേ? 4. എനിക്ക് 4 കരിമ്പ് ജ്യൂസ്. മാളു നിനക്ക് വേണ്ടേ? 3. ഉടുപ്പ് നല്ല ടീഷർട്ടല്ലേ? വേണ? ഇല്ല, ബോയ്സിന്റെ കളക്ഷൻ അല്ലേ, നിങ്ങൾ വയ്ക്കും. കാശ് കിട്ടിയിട്ടില്ല, കിട്ടിയ ഉടനെ ഞാൻ എത്തിക്കാം. ഞാൻ കാശൊന്നും മറിച്ചിട്ടില്ല, വിശ്വസിക്കേ. കുറച്ചും കൂടി ലോഡ്താ, ഞാനത് റോൾ ചെയ്ത് ബാക്കി പണം തരാനുള്ളവരൊക്കെ എല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. വിശ്വസിക്കണം, എത്ര വർഷമായിട്ട് നമ്മൾ അണ്ണേ ആ കരിമ്പൊക്കെ വലിച്ചൂരി എടുത്തിട്ടേ കുത്തി കയറ്റിക്കൊടു. ആ പാലൊക്കെ ഊറി ഇറങ്ങട്ട്. കണ്ടിട്ട് നല്ല ദാഹമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നണം. എനിക്കും നല്ല ദാഹം.
ഒന്ന് മാറി നിൽക്കോ? അനി അതിന്റെ തലയിലൊന്നും അല്ലല്ലോ കയറിയിരിക്കണേ. അതെ, ഇവിടെ അടുത്ത് എനിക്കൊരു റൂമുണ്ട്. കൂടെ വരികയാണെങ്കിൽ 2 മണിക്കിനകത്ത് ഇവിടെ തന്നെ കൊണ്ടാക്കി തരാം. കിഡ്ലം പെർഫോമൻസ് ആണെങ്കിൽ നല്ല കാശും തരാം. എന്താണ് നിന്നെ കുറിച്ച് വിചാരിച്ചേ? എന്താണ് അയാളോട് ചോദിച്ചു നോക്കാം. എന്താ നീയൊക്കെ എവിടെയാണെങ്കിലും പണി ഞാൻ തന്നിരിക്കും, സൂക്ഷിച്ചോ. കോപ്പം വേണ്ട. നീ എന്താണ് ഇവിടെ കാണിച്ചേ? ബസ് സ്റ്റാൻഡിൽ ഒരുത്തൻ, ഇവിടെ വേറെ ഒരുത്തൻ. എനിക്ക് എന്തിന്റെ ആവേശമാണ്? എനിക്ക് മടുത്ത്. എന്താന്ന് നീ ഉദ്ദേശം ലച്ചു? ചേട്ടാ വെച്ചോ. എന്താ നോക്കിക്കണേ? പോവാ. എന്താന്നും മിണ്ടാതെ? നിന്നെ നാറങ്ങിപ്പോയോ? ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന്റെ വള്ളി പിടിക്കാൻ ഞങ്ങളും. ഇപ്പൊ സ്ഥിരം പരിപാടി ആയല്ലോ. നീ വണ്ടി നിർത്ത്. അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ ഒരുത്തമായി സഹിക്കേണ്ട ആവശ്യമില്ല. വണ്ടി നിർത്തി, അല്ലെങ്കിൽ ഞാനിപ്പോ ചാടും. നിനക്കെന്താ പ്രാന്തായോ ചോടുന്ന വണ്ടി തടിച്ചാടാൻ? അവൾക്ക് പ്രാന്ത. അപ്പൊ ഞാൻ പറയുന്ന പ്രശ്നം അവള് കാണിക്കുന്നല്ല. എന്ത് കാണിച്ചതാ? എന്തെങ്കിലും കാരണല്ലാതെ അവൾ അങ്ങനെ ചെയ്യോ? ശങ്കു, നീ ചോദിച്ചോ? നിനക്കൊന്ന് ചോദിച്ചിട്ട് വെക്കിട്ടേറെ പോരെ? അത്ര വലിയ സംഭവം വാദം പറ. എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല. എന്നെ ഇവിടെ വിട്ടോ, ഞാൻ പൊക്കോളാം. ആരൊന്നും പറയുന്നല്ലോ, ഒന്നും പറയാൻ വേണ്ട. നീ നേരെ വണ്ടി ഓടിക്കും. എടാ, ബാക്കിൽ നിന്ന് 16 പണി പറഞ്ഞിട്ടോ. എടാ നോക്കടാ. എന്റെ കൈവിട്ടെ. ഞാനായിട്ടുണ്ടാക്കിയ ഇഷ്യൂ എനിക്ക് എന്നെ സോൾവ് ചെയ്യാൻ അറിയാം. ഒറ്റൊരാൾ ഇവിടെ ഇറങ്ങി പോരും. എന്താടി എന്റെ കുഴപ്പം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ചേട്ടന്റെ പെങ്ങളോടാണ് ഈ വഴി പോകുന്ന ആരെങ്കിലും ഇങ്ങനെ പെരുമാറെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ശരിയാണോ? സോറി മോളെ, ഞാൻ കാര്യം എന്താണെന്നറിയാതെ ഇവന്റെ കൂടെ കയറി വന്ന. മോള് പൊക്കോ. വണ്ടി എടുക്കും. സോറി ബ്രോ, എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. ഒന്നും തോന്നല്ലേ. പോട്ടെ, കാണാം. പോയിക്കോട്ടെ. അവളോട്
ചോദിക്കേ പടാ നീ ചോദിക്ക. നീ ചോദിക്കേ ചോദിക്കടാ. നീ ഒന്ന് അവളോട് ചോദിച്ചു. ഞാൻ ചോദിക്കില്ല, നീ പോടാ. മരിക ചോദിച്ചാ പോലെ എന്ത് ചെയ്യണം? അതെ എച്ചു, അത് മറ്റേ പോവല്ലേ ഡാ, നേരെ പോടാ. നീ പോ, നമുക്ക് പോടാ. ഇവിടെ പോ. Hello, ARMB Medical College Student Council. Welcome to my resort. ഹായ്. നിങ്ങളുടെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് എല്ലാ കാര്യം സംസാരിച്ചിട്ടുണ്ടായിട്ടാ. എല്ലാം ഇവിടെ സെറ്റാണ്. വന്നോളൂ. ഓക്കെ. ഈ ഫോമിലൊന്ന് സൈൻ ചെയ്ത് ജസ്റ്റ് ഫോർമാലിറ്റീസ് അത്രേ ഉള്ളൂ. ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പളും തമ്മിൽ ക്ലാസ്മേറ്റാ. അവനും ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ട് കാച്ചു. രാമുവേ, ഇവർക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ. ഡേയ് വാടാ, അവൾ ഓക്കെ ആവും. ഡാ ശങ്കു വാ. ഡെസ്പാലടാ, വാടാ. എന്നാ ഇത് കുടി, എല്ലാം ഓക്കെ ആവും. ഇത് കുടിയടാ. ഞാൻ ലച്ചുനോട് സംസാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഒരു കാര്യം ചെയ് ശങ്കു, നീ തന്നെ പോയി സംസാരിച്ചു നോക്ക്. ഞാൻ പോയി സംസാരിക്കട്ടെ എന്നാ. ഇപ്പോൾ സോൾവ് ആക്കിയേ പറ്റൂ. അവൻ പോട്ട്, നീ കുടിച്ചോ. ലച്ചു, ലച്ചു എന്തോന്നും മിണ്ടാത്തെ? അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? എന്താ അതിന് മാത്രം എന്താ ഉണ്ടായെന്നോ? ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്തോ ഉണ്ടായെന്നോ? നിന്റെ പഞ്ചറ ഡയലോഗ് കൊണ്ടിൻ്റെ അടുത്ത് വന്നോണ്ടല്ലോ. ലച്ചു, എടാ ഞാൻ വണ്ടി വെച്ച് ഇത്തിരി ഓവറായി പോയി. ഐ എം സോറി ലച്ചു, ഒന്ന് ക്ഷമിക്ക്. നിന്നോട് ഞാൻ ചോദിക്കണമായിരുന്നു നീ എന്തിനാ അവനെ തല്ലിയെന്ന്. പക്ഷെ ആ സമയത്ത് ലച്ചു എല്ലാം കൂടി എനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി ആയപ്പോൾ. നീ എന്നെ എന്ത് വേണേ ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ട് ലച്ചു. പ്ലീസ് ലച്ചു എന്ന് പറ. പ്ലീസ് ലച്ചു. എന്താ അവിടെ? ഒന്നുമില്ല. അവനൊന്ന് ചിണുങ്ങുന്നു. മാണി സാർ ഇന്ന് വൈകുന്നേരത്തെ DJക്ക് 4 സ്ലോട്ട്സ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പോയാലോ? പോയാലോ? പോവാം. Napula, napula, napula.
ലച്ചു നിങ്ങൾ എവിടെ പോവാ? ഓക്കെ. ലച്ചു ഫോൺ ഇതൊന്ന് പിടിച്ചോ. നമുക്കിവിടെ നിന്ന് മാറിയാലോ? എവിടേക്ക്? റൂമിൽ പോവാം. നമുക്കൊന്ന് ഫസ്റ്റ് നൈറ്റ് ആക്കിയാലോ? അത് വേണ്ട, നമുക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഇതുപോലത്തെ ഒരു അവസരം ഇനി കിട്ടില്ല. ചെക്കൻ്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. നടക്കില്ല മോനെ. ഒരു കിടില സാധനം വന്നിട്ടുണ്ട്. അവിടെ പോയി ചോദിച്ചാൽ ചെല്ലി. അതില്ലേ, ഒരു ദിവസം എൻ്റെ കൈ എൻ്റെ അച്ഛൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും. അന്ന് രാത്രി ഞാനൊരു ഗ്ലാസ് പാലൊക്കെ ആയി നിന്റെ അടുത്ത് വരും. അതിന്റെ പകുതി നീയും പകുതി ഞാനും കുടിച്ചു കേട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. You smell so hot. ഒരു കാര്യം പറയാം, ആമസോൺ വരുത്തിയ പെർഫ്യൂമാ. പൊട്ടനാ പോടി. ഷർട്ട് ആരും വരാൻ പറഞ്ഞില്ലല്ലോ. ഷർട്ട് ഇടും. നിനക്ക് ചെമ്പകപ്പൂവിന്റെ മണോ? പോയി നോക്ക. നിങ്ങളായിരുന്നാ അവിടെ പോയി ഇരിക്കടാ. എടാ അതെ, ഒരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്, ആൽക്കഹോൾ ബൂസ്റ്റർ. ഒരു പ്രാവശ്യം അടിച്ചാൽ 5 പ്രാവശ്യം അടിച്ച എഫക്റ്റ് കിട്ടും. നമ്മുടെ മായണ്ണൻ്റെ വാങ്ങിച്ചാണ്, പക്ഷെ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അത് നീ തരണോളിയാ. മായണ്ണനാ? അതാര്? എടാ മറ്റേ അണ്ണല്ലേ ഇന്ന് വൈകുന്നേരം ബൈക്കിൽ വന്ന് ഷോ ഇറക്കി പിന്നെ നമ്മളെ കമ്പനിയായ ആ അണ്ണ. എടാ നീ വേണ്ടാത്ത വള്ളിയൊന്നും പിടിച്ച് വലിക്കല്ലേ. ഇതാരേതാന്ന് ഒരു പിടിയില്ല. ഇതുപോലെ മയക്ക് വരുന്നാണെങ്കിലോ? എടാ ഇത് മയക്ക് മരുന്നൊന്നല്ല അളിയാ, നമുക്കൊന്ന് അടിച്ചോ കളിയാ. വെറും ആൽക്കഹോൾ ബൂസ്റ്റർ അത്. പ്ലീസ് റാ ഒന്ന് അടിക്കാടാ. നിനക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയാ? എടാ ചൈനയിലെ DX സെന്ററിൽ ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ സാധനം. എടാ ഇതൊരു സിമ്പിൾ മെഡിസിനാ. 100 ml ഇതിട്ട് കുടിച്ചാൽ 1 ലിറ്റർ കുടിച്ചാൽ കിക്ക് കിട്ടും. അതായത് ബീറ്റാമീഥേൻ ടെട്രാക്ലോറോ എൽ ഗ്ലൂട്ടമൈൻ. സിമ്പിൾ മെഡിസിൻ. ഇത് വേണോ? അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്കൊന്ന് വാങ്ങി നോക്കാം. എത്രയാവോടാ? എടി ഞാനേ 500 രൂപ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ നിങ്ങൾ തന്നാൽ മതി. അപ്പൊ എത്ര തരണം? ഒരു 9500, അതായത് $9,500 അത്രേ ഉള്ളൂ.
അത്രയും കാശ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അങ്ങനെ ഗൂഗിൾ പേ ഒന്നുമില്ല. ഉണ്ടാ? ഇല്ല, പൈസ ആയിട്ടുണ്ടോ ഇതാ? ഒരു കാര്യം ചെയ്യ്, എൻ്റെ വല്ലതും കാണും. ഉണ്ടാ? ഞാൻ തരാം. എടാ അച്ഛൻ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഞാനും പോണോ? ഹലോ. ആ അച്ഛാ. മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് വാ. സോറി അളിയ, ഞാൻ പൈസയും കൊടുത്ത് ടക്കനെ വരാം. പുള്ളി എന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നെ നമുക്ക് പോയിട്ട് വന്നിട്ട് ബിയർ വാങ്ങിച്ച് ഇത് അതിനകത്തിട്ട് അടിച്ച് പൊളിച്ച് രാത്രി തിരിച്ചു വരാം. പൊളിക്കാം. പൊന്നേ എൻ്റെ ഒരു കാര്യം. ലച്ചു, എന്ത് പറ്റി ലച്ചു? ഗൗരാൻറ്റിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തെന്നു. നിന്നെ എപ്പോഴും വീഡിയോ കോൾ വിളിക്കുന്ന ആൻറ്റിയാണോ? ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. എടാ ലച്ചുവിന്റെ ആണ്ടിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICUലാ. ലച്ചു, ഒന്നും പറ്റില്ല. She'll recover. എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നോ. അച്ഛൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റസേ, വാ പോവാ. മാളു, എന്തുണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ ഓക്കെ, വാ പോവാ. ശങ്കു, ട്രിപ്പ് നടക്കുമെന്ന് തോന്നലടാ. അവൾ ആന്റിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാണ്. വല്ല ഇൻഫാർഷൻ അയക്കൂ. ഇനി ആർക്കറിയാം. ഹലോ. നീ റെഡിയായാ? അല്ല, നിങ്ങൾ എന്താ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? പോണം. അപ്പൊ ഗൗരി ആന്റി എന്തായി? എടാ അവളുടെ ആന്റിക്ക് ഗ്യാസ് കയറിയതായിരുന്നു. അവര് വെറുതെ സംസാരിച്ച് ഓവർ ആക്കിയതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അറിയിക്കാൻ. അല്ല, സംസാരിച്ചൊക്കെ സമയമില്ല. വേറെ റെഡി പോവാ. ഇതെന്താ ചേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞ് കംപ്ലീറ്റ് ഓഫ് ആയി കിടക്കുക. എത്രയും പെട്ടെന്ന് ഇവരെ എടുത്ത് ഇവിടുന്ന് മാറ്റണം. ഇല്ലെങ്കിൽ മുതലാളിയുടെ തെറി മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും. ശ്വാസം ഉണ്ടോ? അല്ല, ചെക്കൗട്ട് ആണോ? അല്ലല്ല, നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ട് വരാം ചേട്ടാ. ഓക്കെ, ശരി, പോയിട്ട് വാ. എല്ലാം കിടക്കുന്ന എല്ലാം അടിച്ച് ഓഫായി കിടക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, നീ കേറ്, നമുക്ക് പോവാം. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സൂക്ഷിച്ചു, ഇത് ബാക്കി വെച്ചേക്കും. എടാ, എനിക്ക് ഇന്നലത്തെ നല്ല ഹാങ് ഓവർ ഉണ്ട്. ഞാൻ ഇതൊന്ന് അടിച്ചോട്ടെ. രാവിലെ തന്നെ വേണോ? അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഈ സാധനം അടിച്ചാലോ? നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി അടിക്കാം. നിങ്ങൾ അടിക്കണ്ട, ഞാൻ അടിച്ചോളാം. സെൽഫിഷ്. എന്തെങ്കിലും പോലീസ് മാറ്റി വെക്കട സാധനം. മാറ്റി വെക്കടാ. പണി പാള് കളിയോ? എങ്ങോട്ടാ സാർ? ഞങ്ങൾ ജസ്റ്റ് ട്രക്കിങ്ങിന് പോവാ സാർ. ഞങ്ങളെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസാ. ഇതൊക്കെ ആയിട്ടാണോ ട്രക്കിംഗ്? ഇതല്ല, ഇത് സാർ എടുത്തു. ആഹാ, നീ ഭയങ്കര ഹോസ്പിറ്റലാണല്ലോ ചെറുക്ക. എന്തോ പന്തികളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, സാറിനെ കണ്ടിട്ട് പോയാൽ മതി. സാറേ, കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്.
അതാരാ? എൻ്റെ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സാറേ 2 പയ്യന്മാരും പെമ്പിള്ളേരും ഒക്കെ എന്തോ ചുറ്റിക്കളയും അതിൽ കുപ്പിയൊക്കെ ഉണ്ട്. വണ്ടി ഓഫ് ചെയ്യടാ. മദനങ്കിളല്ലേ? ആരാ പേര് വിളിച്ചേ? എന്നെ എങ്ങനെ അറിയാം? ഞാൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ശ്യാമളയുടെ മോള. അമേരിക്കയിലുള്ള ശ്യാമള? അതെ. ഞാൻ ശ്യാമളയ്ക്ക് 1-2 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അല്ല, അത് അമ്മ ഭയങ്കര തിരക്കില്ല അവിടെ. പിന്നെ ടൈം സോണും വേറെ ആണല്ലോ അവിടെ. ഞാൻ എന്തായാലും പറയാം അമ്മയോട് അങ്ങനെ പറയണം, മറക്കരുത്. എന്നാ ഞങ്ങള് പോകട്ടെ അങ്ങളെ? ബിയറൊക്കെ ഉണ്ട്. ബിയർ എന്താ നിനക്ക് വേണം? ബിയർ അടിച്ചോ? അല്ല പൊക്കോ. താങ്ക് യു അങ്ങളെ. പറയണം അമ്മയോട്. ബൈ, ഹാപ്പി ജേർണി. സാർ വണ്ടി മാറ്റിയറാ. ആരേ മദനൻ? അത് അമ്മയുടെ പഴയൊരു ക്ലാസ്മേറ്റാ. ഭൂലോക കോഴിയാ. കുറെ കാലം അമ്മയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മമ്മിയുടെ എക്സിനെ വിളിച്ച് പറ ഞാൻ ബിയർ അടിക്കാണ്, നമ്മളെ പിടിക്കല്ലേ. അയാളെ അവിടെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണായിരുന്നു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇതിന് ചിരിക്കാൻ എത്ര ഉള്ള? നിന്റെ മമ്മിയുടെ എക്സ് വൈസ് ഉണ്ട്. ഇവിടെ നിന്ന് അടിക്കാം. ഈ വണ്ടി അങ്ങോട്ട് കൊടുക്കും, നല്ല വൈബായിരിക്കും, സെറ്റാവും. ഓക്കേ. കൊള്ളാൻ സാധനം. എടാ അടിച്ചിട്ടൊന്നും തോന്നില്ലടേ, കയ്യിലെ പൈസ പോയെന്നാ തോന്നുന്നത്. എന്തായാലും സ്ഥലം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എവിടെ ഒന്നടിച്ചാ 5 മാറുന്ന ഫിറ്റ് എവിടെ? എടാ ഞങ്ങളല്ലേ നിന്റെ അടുത്ത് വെക്കണ്ടേ, നീ ഓരോന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒരു എഫക്റ്റും ഇല്ല. ആൽക്കോ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടു. എടേ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഡൈക്ലോറോ, ഡൈമീത്താൽ, ടെട്ര, ഒലക്കയുടെ മൂട്. എടാ മറ്റേ അണ്ണ നിങ്ങളെ പറ്റിച്ചെന്ന് തോന്നുന്നു, അല്ലാതെ വെറുതെ എല്ലാം കൂടി എന്നെ എങ്ങനെ അപമാനിക്കാതെ. പിന്നെ വേറൊരു കാര്യം പറയാം. ഡേയ് അത് കണ്ട, അത് തൂക്കിയിട്ടേക്കണ, അത് കണ്ട, അത് പുട്ട വയ്ക്കാൻ വെച്ചേക്കണല്ല, അത് പാട്ടിടാനുള്ള സാധനമാണ്. പോയിട് പോ കിഴങ്ങേഷ്, പോയിട്ട് പാട്ടിട്. അപ്പൊ കറക്റ്റ് വൈബാവും നമ്മള്. പോയിട്. ഡേയ് ഇപ്പൊ നോക്കൂ. കാട് നല്ല കാട്, പുഴകളുള്ള കാട്, കാട് നല്ല കാട്,
പൂക്കളുള്ള കാട് കാട് നല്ല കാട് പുഴകളുള്ള കാട് കാട് നല്ല കാട് പൂക്കളുള്ള കാട് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എടാ എവിടെയോ കടന്തൽ കൂടെ ഇളകിയടാ. അത് കുത്തി അനാഫിലിസിസ് ഉറപ്പാ. പിന്നെ ചാവടാ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ ഓട് നിക്കല്ലേ ഓട്. നീ വയ്യ നിങ്ങൾ പൊക്കോ പൊക്കോ. അപ്പൊ ഓടിയുണ്ട് നന്നായി. രക്ഷപ്പെട്ട് സ്ലിപ്പാവല്ലേ സൂക്ഷിച്ചു. ഇനി കുറച്ചേരം ഇരുന്നിട്ട് പോവാം. ഡേയ് ചങ്കു എന്താടാ നമുക്ക് തിരിച്ചാലോ? ഓടാ ഓടാ. എടാ അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എവിടെ അവിടുന്ന് വാ വാ നിങ്ങൾ പോയിട്ട് വാ. വാ ശങ്കു വാ. എണീക്കടാ. വാ. കാടാണ്, ചിലപ്പോ പല സൗണ്ടും കേൾക്കും. മിണ്ടാതെ വാടാ. എടാ അവിടെ ഒരാളുണ്ടല്ലോ. സംസാരിച്ചു നോക്കാം. ചേട്ടായി ചേട്ടായി ചേട്ടായി. ആരാ? അതെ പിന്നെ ഞങ്ങളെ കാട് കാണാൻ വന്നതാ. ഡോക്ടർമാരാ. ചേട്ടൻ എവിടുന്നാണോ? അതെ, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ മക്കളെ. അല്ല 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 അയ്യോ ചേട്ടാ, നമ്മൾ ചികിത്സിക്കാനൊന്നും വന്നതല്ല. നമ്മൾ ഈ കാടൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ എന്റെ പേര് ടൈറ്റസ്. ടൈറ്റ് ലൂസ് ഒന്നുമല്ല ചേട്ടാ, ടൈറ്റസ്. പിന്നെ ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് തമ്പയ്യ. ചേട്ടാ ചേട്ടൻ പട്ടാളത്തിലായിരുന്നോ? അല്ല ഈ കുപ്പായം ഇത് മുമ്പ് ഇവിടെ വന്ന പട്ടാളക്കാര് തന്നതാ. ചേട്ടാ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടേ. എടുത്തോ. തന്നാനെ 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 തന്താനെന്നെ 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 താനേ തന്നാനെ ഇതാടാ നോക്കിയേ. ചേട്ടാ
ഇതെല്ലാം കൂടി കുറെ ഉണ്ടല്ലോ ഏട്ടാ. ഇതൊക്കെ എന്തിനാണ്? ഇന്ന് അമാവാസിയ. എൻ്റെ ഭാര്യ തെന്മയ മരിച്ചുപോയ ദിവസം. ഇന്നേക്ക് പൂജ. അവക്ക് വേണ്ടി താൻ ഇതെല്ലാം. ഓ ചേട്ടാ, നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, പട്ടാളക്കാർ കെട്ടിയ ഒരു കുടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അല്ലാതെ കുറെ ദൂരമുണ്ടോ അവിടുന്ന്? എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാ. ചേട്ടാ, എന്നാ പിന്നെ ഞങ്ങളും കൂടെ അങ്ങോട്ട് വാ, എടുത്തോ. സാഹിക്ക് വാ, സാഹിക്ക്. ഞാൻ വീട്ടിൽ എടുക്കാം. മക്കളെ പൊന്നു മക്കളെ. നമ്പർ 1 ഓർക്കിഡ് ഫാം. ലച്ചു, ഇത് നോക്കിയേ. ഓ ചേട്ടാ, ഈ ബോഡി കാണുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ മക്കളെ. അല്ല, ഈ പൂക്കളൊക്കെ ഉള്ളേ. ഈ മലയ്ക്കപ്പുറം ഒരു ചെറിയ മലയുണ്ട്, അവിടെയാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ സിസ്റ്റർ. Full of flowers like in heaven. ഇവിടെ തന്നെയാന്ന് തോന്നുന്നുണ്ട് സ്പോട്ട്. എന്നാ നമുക്ക് നേരെ വിട്ടാലോ? എടേ വെയിറ്റ്. നമുക്ക് ആദ്യം രാത്രി തങ്ങാനുള്ള ഒരു സ്ഥലം നോക്കാം. അതിലല്ലേ നമ്മൾ ചേട്ടായുടെ കൂടെ വന്നത്. ഓർക്കിഡിനൊക്കെ സമയമുണ്ട് അല്ലേ തമ്പയ്യ? പോവാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പട്ടാളക്കുടി. ഇത് കൊള്ളാല്ലേ? ഡേയ്, നമുക്കേ ഇന്നിവിടെ നിന്നാലോടാ. പോലീസ് സ്ഥലം അല്ലേ? ഇവിടെ ഒരു കൊമ്പനുണ്ട്, അതിന്റെ മുന്നിൽപ്പെട്ട എല്ലാരെയും കൊല്ലും. നിങ്ങൾ പേടിക്കണ്ട, വിറകും മണ്ണെണ്ണയും ഞാൻ തരാം. കത്തിച്ചാ മതി, അവൻ വരില്ല. അത്രേ ഉള്ളൂ അല്ലേ തമ്പയ്യ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോ അങ്ങോട്ട് പോവാൻ? എടാ, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് വയ്യ. നിങ്ങൾ എൻ്റെ കുടിയിലോട്ട് വാ, തേൻ പിഴിഞ്ഞ വെള്ളം ഞാൻ തരാം. അതൊക്കെ എടുത്തോ. തേനും കള്ളും കൂടെ കൂട്ടി അടിക്കാം. വാടാ. തേൻ മാത്രമല്ല, കള്ളും തരാം. നല്ല ഞാവലിട്ട് വാറ്റിയ ഒന്നാം തരം വാറ്റുകാരായ. പൊളിക്കാം. ഇതെന്താ തമ്പയ്യ? ഇത് ഞാൻ പന്നിയെ പിടിക്കാൻ പറ്റേക്കുന്നതാ. വാ.
ഇതെന്താ? കാണാത്ത കാഴ്ചകൾ എത്ര. വാ. വാ. ഇത് എന്റെ കുടി. ഇവരെന്റെ പിള്ളേരാ. ഇതെന്റെ പണിക്കാരനാ, ഒട്ടനാ. ചെവി മാത്രമേ കേൾക്കൂ. ഞാൻ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാം. ഇതൊക്കെ എന്തോന്നടേ? എനിക്കൊരു പിടിയില്ലടാ. മക്കളെ കേറി വാ. കേറി വാ മക്കളെ. റൈഫിൾ. ഇത് ഞാൻ പോത്തിനെ വെടിവെക്കാൻ ഉപയോഗിക്കുന്നതാ. ഹൈലി എക്സ്പ്ലോസീവ്. ഇതൊക്കെ എന്തോന്ന്? വെടിമരുന്നാണോ? ഇത് അന്ന് വന്ന പട്ടാളക്കാര് തന്നിട്ട് പോയതാ. ഇത്ര എക്സ്പ്ലോസീവ്സ് ഒക്കെ മിലിറ്ററിക്കാർ കൊടുത്തിട്ട് പോവും. അതെന്താ ഒരു അമ്പലം പോലെ? ആ വാ. ഭയങ്കര ഒരുക്കങ്ങളാണല്ലോ തമ്പയ്യ. ഇന്നവള് പോയ ദിവസം ഇതെല്ലാം അവൾക്ക് വേണ്ടിയാ. തമ്പയ്യ, നമുക്ക് പൂജ കാണാൻ പറ്റോ? കാണാം. രാത്രിക്ക് മുന്നേ വരണം. തമ്പയ്യ, ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ? ആയിക്കോട്ടെ. ഇങ്ക കാട്, അവളുടെ കാട്. ഇങ്കത്താൻ അവള് തൂങ്ങറ. ഏൻ തമ്പായി. ഇങ്കാട്ടിലെ പൂക്കൾക്കെല്ലാം അവളുടെ വാസം. അയ്യോ, ഞാനിപ്പോ എന്തൊക്കെയോ പറഞ്ഞല്ലോ. എനിക്ക് പൂജയുടെ കുറെ ജോലിയുണ്ട്. നിങ്ങൾ പോയി പൂക്കളെ കണ്ടിട്ട് വാ. വൈകിട്ട് കാണാം. ഓക്കെ, എന്നാ ഞങ്ങള് പോയി പൂക്കൾ കണ്ടിട്ട് വരാം. തമ്പയ്യത് അതൊന്നും വേണ്ട, അതിരിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. ചെല്ലേ. ഓക്കെ. അയാളൊരു പാവല്ലേ ലച്ചു? അയാള് ഭയങ്കര ഇന്നസെന്റാ. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ട്രൈബൽസ് ഒക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും എപ്പോഴും. അങ്ങനെ ട്രൈബൽ അല്ലെന്നാണ് എനിക്ക് തോന്നണം. മാത്രമല്ല അങ്ങർക്ക് ഭ്രാന്തുണ്ട്. വട്ടന വട്ടന മുഴുവട്ടന. എടാ പുള്ളി ചിലപ്പേ നമുക്ക് വൈകിട്ട് പുള്ളിയെ കപ്പ് വരും. നമുക്ക് എന്തായാലും അവിടെ പോവാ. നീയൊക്കെ വൈകിട്ട് പരിപാടിയുണ്ട്. മാളൊരു ഷൂട്ടും ചെയ്യാം.
അതെ, നിങ്ങളൊരു ശബ്ദം കേൾക്കണ്ടോ? ഒരു കുട്ടിയുടെ കരച്ചിൽ പോലെ. ആ ഡയറക്ഷൻ ആണെന്ന് തോന്നുന്നു. അവിടെ കണ്ട, പോയി നോക്കാം. അങ്ങോട്ടൊന്ന് പോവലടാ, അവിടെ വല്ല ഏണി കാണൂടാ. ഡേയ് എടാ വാടാ, പോയി നോക്കാം. അവിടെ വാ, വേഗം. എന്താ പറ്റിയേ? പേടിക്കണ്ട. ആരും നിന്നെ കെട്ടിട്ടെ? എന്താ പറ്റിയേ? കാര്യം പറ. ആരാടാ ചെയ്തത്? ഇതെങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ. വേഗം ഞാൻ പിടിക്കാം, നീ ഇറങ്ങ്. ഞാൻ ഇറങ്ങാം. സൂക്ഷിച്ച് പിടിക്ക്. ഞാൻ കെട്ടയച്ചുതരാം. ശങ്കു സൂക്ഷിച്ചു. വള്ളി ഇറക്ക്, ഇറക്ക്. ഇത് പിടിച്ചോ. പോയി പിടിക്ക്. പിടിച്ചോ. മെല്ലെ മെല്ലെ മെല്ലെ. ശങ്കു ഓക്കെ അല്ലേടാ? ചേച്ചിനെ ആരവിടെ തള്ളിയിട്ട്? എന്നെ കെട്ടാൻ നടക്കുന്ന ഒരുത്തനുണ്ട്, കുട്ടായി. അവനത് ചെയ്തത്. ചേച്ചിന്റെ പേരെന്താ? അക്കി. ഞാൻ കൊണ്ടുപോകുന്നത് അത് ആരത് തരും? ഞാൻ കൊണ്ടുപോയി.
അവനെ ജീവിക്കാൻ പറ്റില്ല. അവൻകുട്ടി എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ അതൊക്കെ ഒത്തിട്ടില്ല. ചരക്ക് ഒത്തിട്ടില്ല. പറയട്ടെ പറയട്ടെ സാറേ. വിട്ടേക്കടാ. ഞാൻ കൊന്നിട്ടില്ല. അയ്യേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. ഹക്കി ആ കുട്ടായി നമ്മുടെ അമ്മണിയെ കൊന്നെണ്ണ. സാറേ ഇതെന്റെ പെണ്ണാ. സാറേ മറി ഇവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോക്കോ. സാറേ ഇത് നിറച്ച് പണോ സാറേ. എടുത്തോ സാറേ. നിങ്ങൾ വേഗം പോക്കോ. അയ്യോ മാളു. എനിക്ക്
അണ്ണാ ദേ മക്കൾക്ക് എന്തായി കാട്ടിയ കാര്യം? ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളിതില്ല. കാട് കാണാൻ വന്ന പിള്ളേരാ. എന്നാ കാട് കണ്ടിട്ട് വീട്ടിൽ പോക്കോ. എത്തുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലോ കേട്ടോ. അണ്ണാ അങ്ങനെ അങ്ങ് വിടാൻ പറ്റൂല. എവളാ അന്ന് എന്നെ അവിടെ ചടിച്ചത്. എനിക്ക് എവളെ വേണം. ഇവരിവിടെ നിങ്ങളുടെ വീട്ടിൽ ചേട്ടാ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഒന്നിച്ചു വന്നവരാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. ശങ്കു, നീ നിൽക്കടാ. വാ വാ, നമുക്ക് പോവാം. ആന പോയി. എവിടെ പോയടാ അവര്? കൊമ്പൻ, ഇനി ആ ഒരു സ്ഥലമുള്ളൂ. തമ്പായി കൂടി എടാ പോടാ. എവിടെ പോയടാ അവര്? എന്ത് പറ്റി ലച്ചു? ബാളുവിന് എന്ത് പറ്റി? ബാലിനെന്താ വയ്യേ? എനിക്ക് ലച്ചു വാ, ഇങ്ങോട്ട് വാ ലച്ചു. വാ ലച്ചു, വാ ലച്ചു.
വാ മക്കളെ. എന്റെ തമ്പായിയുടെ പൂജയാ. അവളാ നിങ്ങളെ എനിക്കിവിടെ എത്തിച്ചേർന്നത്. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പ്രാപിക്കണം. നിങ്ങളെ ഞാൻ അവൾക്ക് ബലി നൽകും. അടങ്ങടി. നായേ, പട്ടിമരുന്ന് കൊണ്ട് വാടാ. രണ്ടിനെയും തീർക്കണം.
ആരാ വരുന്നുണ്ട്? ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. നീ അവരെ നോക്കിയോ? നിന്നെ ഞാൻ കൊല്ലില്ല. നീ ഇത് കാണണം. നിന്റെ മുന്നിൽ വെച്ച് അവളെ ഞാൻ എന്റെ തമ്പായിക്ക് ബലി കൊടുക്കും.
ലച്ചു 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 പാതാള ചണ്ടാളക്കാവിൽ ആലകൾ പൂക്കും തനിമതിരാവിൽ പാതിച്ചു വന്നൊരു കണ്ണുകളോടെ അമ്പയ്യച്ചി പെണ്ണിള കൊണ്ടേ അരമണി കെട്ടി മടവാൾ വീശി അടിമുടി കാമ കളഭം ചാർത്തി അതിരുകളില്ലാതാഹവുമായി തമ്പയ്യച്ചി കൊണ്ടാടുന്നേ ഒരു പകുതിക്ക് അവൾ തമ്പയ്യ മറുപകുതിക്ക് അവൾ തമ്പച്ചി അറകാക്കാനടിമക്കുള്ളാറൻ തമ്പയ്യച്ചി പെണ്ണാടുന്നേ ആടുന്നേ തൊട്ടി കുടകത്തറയിലിരിപ്പവളെ ചെമ്പടയോട്ടു ചിലമ്പു കിലുക്കി ചെമ്പൊളി മടയിലുറഞ്ഞവളെ അമ്പയ്യച്ചുടു ചോര കുടിച്ച് ചെന്തി കാവിലണഞ്ഞവളെ ചഞ്ചലപദജതിയാന്നവളെ ഞാൻ തമ്പായിച്ചി. ഈ കാടാണ് ഞാൻ, മരണമാണ് ഞാൻ. എനിക്ക് മരണമില്ല. സ്വർഗമായ നരകം, നരകമായ സ്വർഗം എല്ലാമാണ് ഞാൻ. എനിക്ക് മരണമില്ല, മരണമില്ല, മരണമില്ല.
എണീക്കടാ എണീക്കടാ എണീക്കേ. നീയൊക്കെ എന്ത് സാധനം അടിച്ചിട്ടാടാ കിടക്കണേ? അതെങ്ങനെ നിനക്കറിയാം? ഞാനും ഇയാളെ കണ്ടതാ. ഇതാണോ മാസ് ഹാലുസിനേഷൻ? ആയിരിക്കും. കഥനത്തിൻ കടലിൽ നിന്നും കണ്ണീരിൻ മേഘങ്ങൾ, മരണത്തിൻ മടയിൽ നിന്നും പതനത്തീ ദാഗങ്ങൾ, കാനൽ ജലമായിട്ടകലെ കനലുകളായി പെയ്യുന്നു. നരകത്തീയായിട്ടുള്ളിൽ നാഗങ്ങൾ തിറയാടുന്നു. മരണത്തീ പതനത്തീ മായത്തീ മായാവനം, മായാവനം, മായാവനം. കഥനത്തിൻ കടലിൽ നിന്നും കണ്ണീരിൻ വേഗങ്ങൾ, മരണത്തിൻ മടയിൽ നിന്നും മദനത്തീ നാഗങ്ങൾ, കാനൽ ജലമായിട്ടകലെ കനലുകളായി പെയ്യുന്നു. നരകത്തീയായിട്ടുള്ളിൽ നാഗങ്ങൾ തിറയാടുന്നു. മരണത്തീ മദനത്തീ മായത്തീ മായാ